മുതലാളി, ഞാൻ ഈ കോമഡി കാണുന്നതേ പൈസ എണ്ണി കൊടുക്കുന്ന പോലെ. ഇത് നമ്മൾ അന്വേഷിച്ച് വരില്ല. അപ്പൊ നമ്മൾ അന്വേഷിച്ച് ഇതിനെ ചെല്ലണം. അപ്പൊ ഇത് കിട്ടൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ചില സന്ദർഭങ്ങളിൽ അവിടുന്നോ ഇവിടുന്നോ കുറേശ്ശെ മറിക്കും. എന്നാൽ ചില സമയത്ത് എനിക്ക് നല്ല തോട്ടുകൾ വരും കേട്ടോ ഈ കോമഡിയുടെ. അപ്പൊ ഞാനത് ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം ആ പേരെങ്ങാനും പറഞ്ഞ ഈ സെൻസർ ബോർഡ് കേട്ട് കഴിഞ്ഞാൽ ആ പേര് അങ്ങനെ പറയരുത്, അതിന്റെ മുന്നിൽ ബി ചേർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോ ഇവൻ എന്റെ വീട്ടിലേക്ക് ഡെയിലി വരും ചായ കുടിക്കാൻ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിടും ചായ ഇല്ല എന്ന് പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ ഞാനും അവനും കൂടി ചായ കുടിക്കാൻ പോകും, വടയും കഴിക്കും അവന്റെ കാശ്. അപ്പൊ എപ്പോഴും ഇവനാണല്ലോ പൈസ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമാവുമ്പോ ചില സന്ദർഭങ്ങളിൽ ഞാൻ ചായയും വടയ്ക്കും കാശ് കൊടുക്കും. പക്ഷെ അവനെ വിളിക്കാറില്ല. അവൻ വളരെ ഹാൻഡ്സമാണ്, സൽസ്വഭാവിയാണ്, ജോലിക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തവനാണ്, എന്നെ പോലെ സെയിം പിച്ച്. പക്ഷെ ഇവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻ എല്ലാവരെയും സഹായിക്കും. ഇവൻ എന്നെ ഒന്ന് സഹായിച്ചു. ഒരു ദിവസം ഇതേപോലെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിവിടെ വെറുതെ നിൽക്കുന്നുണ്ട്. ഇവൻ ഓടി വന്നിട്ട് മൈക്ക് വന്നിട്ട് പറഞ്ഞു, 4 തമാശ പറയും. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, പെമ്പിള്ളേരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ മൈക്ക് മേടിച്ചു. ഞാൻ നോക്കുമ്പോ എത്ര പേര് ഉണ്ടെന്ന് നമുക്ക് നോക്കണല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടിൽ ആരുമില്ല. എന്റെ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ ഒരാൾ വെള്ളം അടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്ക് മൈക്കെടുത്തിട്ട് ഹള്ള എന്ന് പറഞ്ഞപ്പോ ആളെ കാണാൻ. പിന്നെ സ്റ്റേജിന്റെ പുറകില് കുറെ പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മൈക്കോടെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവിടെ വന്നിരിക്കാം, ഇവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. അപ്പൊ ആ പുറകിലിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, നിന്റെ പരിപാടി കഴിയട്ടെ. വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കാം. സത്യം പറഞ്ഞ എന്റെ മനസ്സ് വിഷമിക്കുമ്പോ എനിക്കൊരു സോളോ ട്രിപ്പ് പോകണം. അത് നിർബന്ധ. അതിപ്പോ ഇന്ന സ്ഥലത്തേക്ക് ആവണമെന്നില്ല, കക്കൂസിലേക്കായാലും മതി, പക്ഷെ പോണം. എന്റെ കയ്യിലുള്ള കാശിന്റെ നിലവാരം അനുസരിച്ച് കൂടുതലും യാത്ര കക്കൂസിലേക്കാണ്. അപ്പൊ ഒരു ദിവസം എനിക്കിങ്ങനെ മനസ്സ് വേദനിച്ചപ്പോ ഞാൻ അമ്മോട് വന്ന് പറഞ്ഞു, അമ്മ എനിക്കൊരു സോളോ ട്രിപ്പ് പോണം. അമ്മ പറയാ, നീ സോളോ ട്രിപ്പ് പോവാൻ നീ ആരാ, ഗോവിന്ദചാമിയാണോ? സത്യം പറഞ്ഞ ഒരു കൈയില്ലാത്ത അങ്ങേര് ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോയി. ഒരു കേടുമില്ലാത്ത എനിക്ക് വീട്ടിന്റെ പടി പുറത്തിറങ്ങുമ്പോ 100 ചോദ്യം വരും. ഇതുപോലെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന വേറൊരുത്തന്റെ പേരാണ്, അവന്റെ പേര് ഞാൻ പറയുന്നില്ല, തൽക്കാലം നമുക്ക് അവനെ ബാഹുബലി എന്ന് വിളിക്കാം. അപ്പൊ ഈ ബാഹുവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവനോട് ചോദിക്കുന്നതിനല്ല ഇവൻ സമാധാനം പറയാം. കമലഹാസന്റെ ഇന്റർവ്യൂ പോലെ. ഇപ്പോ കമലഹാസന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കണം, സാറിന്റെ പുതിയ പടത്തിനെ പറ്റി. അപ്പൊ പുള്ളി പറയും, ഞാൻ നിറയെ മേടയില சொல்லிருக்க, ஆனால் ஒரு க்ளூ കൊടുക്കറേ, 5 മണി ബസ്, അത് വിട്ട മിസ്, ഒരേ ഒരു കിസ്, എത്തിക്കുന്ന ഒസ്. തല്ല മനസ്സിലായ? ഇതേപോലെ തന്നെയാണ് അവൻ. അവനോട് ചോദിച്ചാലും ഒരു ഉത്തരം കിട്ടില്ല. ഒരു ദിവസം ഇവന് റോഡ് ആക്സിഡന്റ് പറ്റി. അപ്പൊ ഞാൻ പോയി ചോദിച്ചു, എന്ത് പറ്റിയടാ? അപ്പൊ അവൻ പറഞ്ഞു, ആ മരം കണ്ട, ആ മരത്തും ഇടിക്കാതിരിക്കാൻ ഒന്ന് തിരിച്ചതാ, താനേലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്റെ മനസ്സ് ദേശീയപാത തകർന്ന പോലെ തകർന്നു. എന്താ അറിയോ, അവിടെ അങ്ങനെ ഒരു മരമില്ല. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് ഒരു ബീഡി വാങ്ങിച്ചു വലിച്ചപ്പോഴല്ലേ മനസ്സിലായത് അവിടെ ഒരു മരമല്ല, ഒരു ലോഡ് മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാട്ടുവഴിയാണ് വീട്ടിൽ പോയത്. IPL ചെന്നൈ പോലും ഇത്രയും മരങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. എന്റെ സംശയം, ഒരു വീടിക്ക് ഇത്രയും മരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു കെട്ട് വീടിക്ക് ഈ ഭൂമി ഒരു ഹരിതവർണ്ണ ത്വരിതമാക്കി മാറ്റമായിരുന്നു. എന്തുകൊണ്ട് കേരള സർക്കാർ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല? ഞാൻ ഒരിക്കൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ, ജിമ്മിലൊക്കെ പോണ്ട് വർക്കൗട്ട് ചെയ്തിരിക്കുമ്പോ ഒരുത്തൻ പറയാണ്, ഇന്നുണ്ടല്ലോ നമ്മുടെ ജിമ്മിൽ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവരും യൂത്തന്മാരാണ്, സംഗീതേട്ടൻ ഒഴികെയെന്ന്. അതിനുള്ള മറുപടി ആ ചുറ്റമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് ഉണ്ണിമായ പറയാറിയിട്ടല്ല. പക്ഷെ എന്താ പ്രശ്നം അറിയോ, നമ്മളിപ്പോ ഒരു 10 എണ്ണം പറയുമ്പോ ഒരെണ്ണാണ് എടുക്കണത്, RCB കപ്പ് എടുക്കണ പോലെ. ഒന്നാട് വർക്ക് ആവുന്നില്ലാതെ. ഈ 2K പിള്ളേര് വേറൊരു ദിവസം എന്നോട് ചോദിച്ചു ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക് ഒരു അഭിപ്രായം പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇവരുടെ മൈത്രയും ഞാനാണെന്നാ. ഒന്നുമല്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ അവൻ ചോദിക്കുക, ചേട്ടൻ പ്രേം നസീറിന്റെ ആരാധകനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, അതെ. എന്താ? അഭിപ്രായം കുറച്ച് പഴയതാ, അതോട്ട് പറഞ്ഞാൽ സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനുണ്ടല്ലോ ഇവന്മാരെക്കാൾ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്.
ഞാൻ എപ്പോഴും ആലോചിക്കുന്ന യുമാരിൽ നിന്നും മാറി എങ്ങനെ വലിയൊരു മനുഷ്യനാവാണ്. അതിനുള്ള പ്രാർത്ഥനകൾ ഞാൻ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട് എന്നാണ്. കാരണം എന്റെ മീഡിയം ഉണ്ടായിരുന്ന ഷർട്ട് ഇപ്പൊ XXL ആയി മാറിയിട്ടുണ്ട്. ദൈവവും വലിയവനായി, ഇപ്പൊ ഞാനും വലിയവനായി. താങ്ക് യു.